സുരേഷ് ഗോപി കുറച്ചധികം കാലമായിട്ട് എയറിൽ നിന്ന് ഇറങ്ങാറില്ല അല്ലേ? പക്ഷെ ആക്ച്വലി ഞാൻ ഒരു കേസ് പറയാം. സുരേഷ് ഗോപി എയറിൽ നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ടൈമിൽ ഏറ്റവും നല്ലതാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി സുരേഷ് ഗോപിനെ എത്രത്തോളം എയർ കയറ്റുന്നു അത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി കയറി പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നുള്ളത് ഒരു പിടുത്തമില്ല. സുരേഷ് ഗോപിനെ ഇറങ്ങാൻ സമ്മതിക്കാതെ പൊക്കി നിർത്തുന്നത് അത് അയാൾക്ക് ഏറ്റവും പോസിറ്റീവാണ്. സുരേഷ് ഗോപിന്റെ സോഷ്യൽ മീഡിയ PR-കൾ ഫ്രാങ്ക് ആയിട്ട് പറയാലോ കമ്മി ഹാൻഡിലുകളും കൊങ്ങി ഹാൻഡിലുകളുമാണ്. അവർക്ക് ഇനിയിപ്പോൾ ഈ BJP IT സെല്ലിന് പ്രത്യേകിച്ച് കേരളത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള PR പണി എടുക്കണ്ട. നല്ല രീതിയിൽ ഒരു PR വർക്കിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ തന്നെ നല്ല PR ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വിഷയം നിങ്ങൾക്ക് അറിയാലോ, കിരീടമാണ് വിഷയം. പണ്ട് മോഹൻലാലായിരുന്നു കിരീടം. സുരേഷ് ഗോപിയുടെ കിരീടം ഇപ്പത്തെ പ്രശ്നം സുരേഷ് ഗോപി കൊടുത്ത കിരീടമാണ്. തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപി. അപ്പൊ മകളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യസാധ്യം എന്തെങ്കിലും നേർച്ചയായിരിക്കണം. ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് കാര്യം സാധിച്ചു എന്നുള്ളത് കൊണ്ട് ആ കാര്യസാധ്യം നടന്ന് മകളെ കല്യാണമായിരിക്കും ചിലപ്പോൾ. സോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു 5 പവന്റെ കിരീടമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, എന്താണെങ്കിൽ കിരീടം മാതാവിന്റെ സ്റ്റാച്യൂവിൽ വെക്കാൻ കൊണ്ടുപോയി സുരേഷ് ഗോപി, മകള്, വൈഫ്, മക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് മാതാവിന്റെ തലയിലേക്ക് കിരീടം വെച്ചു. ഇതാ നടക്കുന്നു കിരീടം താഴെ വീണോടുകൂടി സുരേഷ് ഗോപി എയറിലായി. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളിൽ കുറേ കമ്മി പേജുകളിലും ഇത് എന്താണ് ദൈവത്തിന്റെ ശിക്ഷ, ശാപം, പ്രവർത്തിക്കുള്ള തിരിച്ചടി, മാതാവിന് വരെ കള്ളനെ മനസ്സിലായി. അല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്പോ ദൈവത്തിലൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അല്ല, കൊങ്ങികള് പറഞ്ഞാലും ഞാൻ ഓക്കെ തരാം. അതെ, കുറെ കമ്മ്യൂണിസ്റ്റ് പേജുകളിൽ ഇങ്ങനെ വരുമ്പോ സത്യം പറഞ്ഞ കോമഡി. പിന്നെ കുറെ പ്രൊഫൈലുകൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ ഉണ്ടാവില്ല പ്രൊഫൈലിനകത്ത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, മറ്റേ കോമ്രേഡ് എന്നൊക്കെ ഇട്ട ആൾക്കാർ, ഇവരൊക്കെ പോയിട്ട് അതിനിടയിൽ കമന്റ് ദൈവത്തിന് കൊടുത്താൽ തിരിച്ചു കിട്ടും. ഒരു ബേസിക് ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ മുകളിലാണല്ലോ ഈ ലോകം നിന്നിട്ട് പോണത്. ഒരു സ്റ്റാച്യൂവിന് മുകളിൽ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം, അതും ആ സ്റ്റാച്യൂ മാതാവിന്റെ സ്റ്റാച്യൂ കണ്ടറിയാം, അത് ഇങ്ങനെ മിനിസമായൊരു സാധനം, അതിന് മുകളിൽ വളരെ സ്വാഭാവികമാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളക്കം തട്ടി ആ സാധനം താഴെ വീഴും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയും മീഡിയയും മൊബൈലും ക്യാമറയും ചുറ്റും പറ്റി നിൽക്കുന്നുണ്ട്. മറുനാടലിൽ നിന്നൊരു വീഡിയോ ഉണ്ട്, ഒരു മൊബൈൽ കൊണ്ട് തട്ടിയതാണ്. ആ മൊബൈൽ കൊണ്ട് തട്ടിയവൻ കമ്മിയാണ്. മനഃപൂർവ്വം മൊബൈൽ വെച്ചിട്ട് ഏതോ കമ്മി തട്ടി താഴെ ഇട്ടിട്ട് സുരേഷ് ഗോപിനെ എയർ കയറ്റാണ്. ലിറ്ററലി ചിരിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. സത്യം പറയാണ്, ഇതൊക്കെ കേട്ടിട്ട് ചിരി നിർത്താൻ പറ്റണില്ല. ഇത് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നിങ്ങൾ ലൈക്ക് എന്താ പറയാ, കിഡിഷ് ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻസും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ട് വരാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കേസ്, ഈ പറഞ്ഞ സുരേഷ് ഗോപി ഇത് വീണപ്പോ, കിരീടം വീണപ്പോ സുരേഷ് ഗോപി ഞെട്ടിത്തെറിച്ചു പിന്മാറി ഓടി. അത് ഞാൻ ഇവിടെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാട്ടാ. ഇന്ന് തൃശൂർ പള്ളിയിൽ വെച്ച് നേർച്ച നടത്തിയ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും സംഭവിച്ചത് വല്ലാത്ത ദുശകുനമെന്ന് പ്രേക്ഷകർ വിധി എഴുതുന്നു. ആ വിധി കണ്ടു തന്നെ ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നു. കിരീടം ഭാഗ്യ വച്ച ഉടനെ താഴെ വീണു. താഴെ വീഴുന്നത് കണ്ട് സുരേഷ് ഗോപിയുടെ മുഖമാകെ മാറി. ആരാ തട്ടിയിട്ടത് എന്ന് ചോദിച്ചു. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു. കിരീടം ശരിയാക്കി മാതാവിനെ അണിയിച്ചത് രാധിക. സുരേഷ് ഗോപി പിന്നീട് മുന്നിലേക്ക് വന്നതേയില്ല. പുറകിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു. രാധിക തൊട്ടപ്പോഴേക്കും എല്ലാം ശരിയായി എന്ന് പിന്നീട് പറഞ്ഞു. കിരീടം താഴെ വീണപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോയ സുരേഷ് ഗോപിയാണ് രാധികയാണ് പിടിച്ചു നിർത്തിയത്. രാധിക തിരിച്ചു വെക്കുന്നത് കണ്ട് സുരേഷ് ഗോപി ശാന്തനായി നോക്കി നിന്നു. രാധിക എന്ന സ്ത്രീയുടെ കരുത്താണ് നമ്മളപ്പോൾ കണ്ടതെന്ന് പറയുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ നിരവധിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് വല്ലാത്ത ദുശകുനമായി പോയി എന്ന് വീണ്ടും എഴുതുകയാണ് പ്രേക്ഷകർ. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചുവെന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇപ്പോൾ തന്നെ ഭാഗ്യ വച്ച ഉടൻ എങ്ങനെയാണ് അത് താഴേക്ക് പോകുന്നതെന്നും അത് വല്ലാത്ത ദുശകുനമാണ് സൂചിപ്പിക്കുന്നതെന്നും വീണ്ടും വീണ്ടും പറയുകയാണ്. ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല എന്നും പറയുന്നു.
മകൾ ഭാഗ്യയ്ക്കൊപ്പം തൃശൂർ പള്ളിയിലെത്തിയ മാതാവിന്റെ രൂപം സമർപ്പിച്ച സുരേഷ് ഗോപിക്കും കുടുംബത്തിനും സംഭവിച്ചത് ഈയൊരു ദുശകുനമാണ്. ലൂർദ് പള്ളിയിലെത്തി തന്റെ നേർച്ച പൂർത്തീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ വർഷമാണ് ഈ പള്ളിയിലെ പെരുന്നാളിനെത്തി മാതാവിന് ഒരു സ്വർണ്ണ കിരീടം നേർന്നത്. ഇപ്രാവശ്യം മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തൃശൂരിലെത്തി ലൂർദ് പള്ളിയിലെ മാതാവിന്റെ രൂപത്തിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. ഭാഗ്യയും ഭവ്നിയും അടക്കം സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് 3 പേരും കൂടിയാണ് വന്നിരിക്കുന്നത്. രാധികയും 2 പെൺമക്കളും. ആൺമക്കൾ എന്തിയെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ഭാഗ്യ വച്ച മാതാവിന്റെ കിരീടം തറയിൽ വീഴുന്നതാണ് പ്രേക്ഷകർ കണ്ടത്. എന്നാൽ താഴെ വീണപ്പോൾ ഉടനെ തന്നെ രാധികയും മകളും ഒക്കെ അമ്പരന്ന് പോയി. എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഇത് സംഭവിച്ചത്. ഇതിന് പിന്നാലെയായി സുരേഷ് ഗോപി ഇറങ്ങിപ്പോവുകയായിരുന്നു. മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഇത് നേർച്ചയായി നടന്നത്. ലൂർദ് പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്ക് നേടേണ്ടി വന്ന അത്തരമൊരു അവസ്ഥയിലായിരുന്നു. മാതാവിന്റെ കിരീടം തറയിൽ വീഴുന്ന കണ്ട ഉടനെ തന്നെ സുരേഷ് ഗോപി അവിടെ നിന്ന് വിട്ട് ഇറങ്ങി പുറകിലൂടെ നടന്നു മാറുകയായിരുന്നു. എന്നാൽ രാധിക അവിടെ മുൻകരുത്തെടുത്ത് കുറച്ച് പതറിയെങ്കിലും എല്ലാം ശരിയാക്കി അത് വയ്ക്കുകയായിരുന്നു. ഈ വീഡിയോ ഉണ്ടല്ലോ കുറെ പേജിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അതായത് കിരീടം വീഴുന്നത് കണ്ടിട്ട് നെഞ്ച് പൊട്ടി സുരേഷ് ഗോപി അവിടെ നിന്ന് ഓടി, എന്നിട്ട് ഒറ്റയ്ക്ക് പോയി. ഭാര്യ ഉള്ളത് കൊണ്ട് തിരിച്ചു വെച്ചു. അപ്പോ കിരീടം വീഴുന്നത് അപശകുനമാണ്. മകളുടെ കല്യാണം എന്താകും? ചില ഹാൻഡിൽ അങ്ങനെയുണ്ട്, മകളുടെ എന്താവും. അപ്പൊ തന്നെ ഈ ഇട്ട പേജുകളുടെ അടിയിൽ കമന്റ് ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിൽ മാത്രമാണ് ശകുനവും അപശകുനവും ഉള്ളത്, ക്രിസ്ത്യൻസിന് അതില്ല. അപ്പത്തേക്കും പള്ളിയിൽ അച്ഛൻ പറഞ്ഞു അത്ര ഈ പേടിക്കേണ്ട കാര്യമില്ല, കാരണം മാതാവിന്റെ തലേന്ന് വീണാലും ഞങ്ങൾക്ക് അങ്ങനെ ശകുനമില്ല. അതോ ഇനിയിപ്പോ ഹിന്ദു ദൈവങ്ങൾക്ക് ദേഷ്യം പിടിച്ചോന്നാവോ? ഒരു ഹിന്ദു വിശ്വാസമായിട്ട് അയാൾ ക്രിസ്ത്യൻ ദൈവത്തിന്റെ അടുത്ത് പോയി കിരീടം ഞങ്ങൾക്ക് കിരീടല്ലേ എന്നുള്ളൊരു ചോദ്യം വരാനും ചാൻസ് ഉണ്ട്. ദൈവങ്ങളാണെങ്കിലും പ്രശ്നം. ഞാൻ കുറച്ച് ലോജിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അതായത് ഒരു കോമൺ സെൻസിൽ ഒരാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്റേത് ചിലപ്പോൾ ഒരു ലോജിക്കായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, പക്ഷെ എനിക്ക് എന്റെ ലോജിക്കിൽ വരുന്ന കാര്യം പറയാം. സുരേഷ് ഗോപി മത്സരിക്കുന്നത് തൃശ്ശൂരാണ്. സുരേഷ് ഗോപി ജനിച്ചത് കൊല്ലത്തല്ല, പഠിച്ചത് ജനിച്ചത് കൊല്ലത്തും, ഇപ്പൊ താമസിക്കുന്നത് തിരുവനന്തപുരത്ത്. ഇവിടെ എവിടെയും പള്ളിയിൽ മാതാവും ഇല്ല, യേശു. സുരേഷ് ഗോപിക്ക് കിരീടം കൊടുക്കേണ്ടത് തൃശ്ശൂര് പള്ളിയിൽ മാതാവിനാണ്. ഓക്കെ, അത് കൊടുത്തു, അയാളെ പൈസ അയാൾ കൊടുക്കാതിരിക്കുക. കുറച്ച് ദിവസം മുമ്പ് ഞാൻ തന്നെ ചെയ്ത വീഡിയോയിൽ ഞാൻ ജയറാമേട്ടൻ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ നല്ലൊരു മനുഷ്യരാണ്, ആളുകൾക്ക് നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷെ ജയറാമേട്ടൻ എന്ന് പറഞ്ഞ സ്വന്തം മകൾക്ക് എന്താ പറയാ സ്വർണം എടുക്കാൻ പോലും പൈസ എടുത്ത് ബാങ്ക് കൊടുക്കുന്ന ആള് എന്നൊക്കെ പറഞ്ഞിട്ട് 5 പവന്റെ കിരീടം കൊണ്ട് അവിടെ പോയി. ഓക്കെ, അന്നനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ പലരും ഉണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിക്ക് ഹെൽപ്പ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അതൊരു കേസ്. രണ്ടാമത്തെ കേസ്, ഇനി സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആള് ഇതൊരു പൊളിറ്റിക്കൽ ഗിമിക്കാക്കി എന്ന് എനിക്ക് പേഴ്സണലി തോന്നാൻ കാരണം, ഒരാള് ഒരു അമ്പലത്തിലോ പള്ളിയിലോ പോവാണ്. സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ രാവിലെ എണീച്ചിട്ട് മീഡിയാസിനെ അറിയാതെ പോകാൻ പറ്റും? സുരേഷ് ഗോപി എത്തിയതിനു ശേഷം വേണമെങ്കിൽ മീഡിയ വരുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. സുരേഷ് ഗോപി വരുന്നതിന് മുമ്പേ അവിടെ കാറിൽ വരുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് പള്ളിക്കും ചുറ്റും മീഡിയ നിൽക്കുക. ഒന്നില്ലെങ്കിൽ പള്ളിക്കാർ വിളിച്ചു, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നെ വിളിച്ചു വരുത്തി. അതായത് അത് നാട്ടുകാരെ അറിയിക്കണം. തൃശ്ശൂർ എടുക്കല്ലേ? ഇപ്പൊ പൊളിറ്റിക്കൽ ഗിമിക്കാവുമ്പോ എന്താ, തൃശ്ശൂര് മാതാവിന് ഹിന്ദുക്കളെ വോട്ട് മാത്രം കിട്ടിയാൽ ജയിക്കില്ല എന്നുള്ളത് സുരേഷ് ഗോപിക്ക് അറിയാം. അല്ല, ഈ ഒരു സമയത്ത് എന്തായാലും നമ്മളത് അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. ഇലക്ഷൻ വന്ന് മത്സരിക്കുന്ന സമയം. അല്ല, ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഏത് ജില്ലയിലുള്ള പള്ളിയാന്നുള്ളത്. ചിന്തിച്ചത് മോശമാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല, എന്താണെങ്കിലും ഉള്ളത് പറയാലോ. അപ്പൊ നോക്കുമ്പോ തൃശ്ശൂരാണ്. തൃശ്ശൂര് ഗഡ്ഡികളെ ഹിന്ദുവിന്റെ വോട്ട് മാത്രം പോരല്ലോ, അതെ, ക്രിസ്ത്യൻസ് വേണ്ടേ? വോട്ട് വലിയ പ്രശ്നമാണേ. എന്താ കഥ? അപ്പൊ എന്താണെങ്കിലും ഇതും എനിക്ക് ഈ വോട്ടിന്റെ ഗിമിക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ ഇതിപ്പോ ചിലപ്പോ ആരാധന കൊണ്ടും ആവാം. അല്ല, എന്തോ തോന്നിയ ഒരു കാര്യം പറഞ്ഞു, ശരിയാവാൻ തെറ്റുവാ. പൊളിറ്റിക്കൽ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്യുവർ പൊളിറ്റിക്കൽ ഗിമിക്. വെൽ പ്ലേഡ് ആണ് ആ സംഗതി. ആൻഡ് എഗെയിൻ കിരീടം വീണതും സുരേഷ് ഗോപിക്ക് നന്നായി. അതുകൊണ്ട് എന്താ പറയുക, സുരേഷ് ഗോപിയെ കടന്ന് ആക്രമിക്കുന്ന ഈ പറഞ്ഞ കൊങ്ങി കമ്മി പ്രൊഫൈലുകൾ ഉള്ളത് കൊണ്ട് കുറേ വിശ്വാസികൾ സുരേഷ് ഗോപിനെ സപ്പോർട്ട്, വിശ്വാസികളുടെ സമൂഹത്തിന്റെ സപ്പോർട്ട്, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നില്ലാതെ
സുരേഷ് ഗോപിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇതിപ്പം നെഗറ്റീവാണ് പോസിറ്റീവാണെന്ന് പറയണ വെച്ചാലും ഈ വോട്ടേഴ്സിന്റെ ഇടയിൽ സുരേഷ് ഗോപി ഈ പേര് എന്നും തലേനുള്ളിൽ ഇങ്ങനെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനിൽ വിട്ടിട്ട് ഇപ്പൊ സുരേഷ് ഗോപി പൊളിറ്റീഷ്യൻ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഒരാള് എനിക്ക് വയ്യ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടാ അതിനടിയിൽ വരുന്ന മിനിമം പേരുകളിലെ ഒരു പേര് സുരേഷ് ഗോപി. 10 മെസ്സേജ് വന്നാൽ അതിലൊരു 4 ഉറപ്പാണ് സുരേഷ് ഗോപിനോട് പറയുന്നത്. സുരേഷ് ഗോപി, നിക് വ്ലോഗ്സ്, ഫിറോസ് കുന്നപ്പറമ്പില്, ഇനി മറ്റോ വരില്ല, ഗോപിനാഥ് മുതുകാട് വരില്ല, അത് തീർന്നു. പിന്നെ യൂസഫ് അലി, ഇത്ര പേരുകളെ വരൂ, ഇതിലും കൂടുതൽ പേര്. ആ പേരുകൾ വരുന്നതിന്റെ മെജോറിറ്റി പേരുകൾ യൂസഫ് അലി, സുരേഷ് ഗോപി, നിക് വ്ലോഗ്, ഇങ്ങനെ വരൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാലം അവിടെ ഇലക്ഷനിൽ വിജയിച്ചു നിന്ന് പ്രതാപൻ സാറ് ഫേസ് പോലും അവിടെ വരുന്നില്ല. വിറ്റതല്ല, പ്രതാപം വന്ന് പറഞ്ഞതാ വിറ്റ്. മൂപ്പര് വന്നിട്ട് പറയണ ഇത് മണിപ്പൂരിൽ മറ്റേ ഇതുണ്ടല്ലോ അതിന്റെ ശാപാണ്. മണിപ്പൂരിൽ നിങ്ങൾ ഇങ്ങനെ കാട്ടി, അവിടെ കുറെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ. അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ PR കൊടുത്തു കഴിഞ്ഞാൽ ഇയാള് തൃശ്ശൂർ എടുത്തോണ്ട് പോകും. അതോ ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടോ എന്നുള്ളത്. അതെ, സത്യം. ഇങ്ങനെ ഒരാൾക്കും ഞാൻ കേരള ചരിത്രത്തിൽ ഒരു PR ബാക്കി പാർട്ടിക്കാർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾ അഥവാ എങ്ങാനും പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർ വന്നിട്ട് 24 മണിക്കൂർ സുരേഷ് ഗോപി എല്ലാവരും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇപ്പൊ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയാണ് നമ്മളാള്. നോക്കൂല, അത് ഏത് മതത്തിൽപ്പെട്ട വിശ്വാസം പാർട്ടി ഏതെന്നുള്ളത് സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ സുരേഷ് ഗോപി ഉണ്ട്, പിന്നെ ആൾ അത്യാവശ്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും മനസ്സിലുണ്ട്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് 24 മണിക്കൂർ ഈ സുരേഷ് ഗോപി എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമാണ്. അത് അടിപൊളി ട്രിക്കാണ് സത്യം പറഞ്ഞാൽ. എന്താണെങ്കിലും ഒരു കിരീടം വെച്ചതും വീണതുമായിട്ട് സുരേഷ് ഗോപി ഏറെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നാളെ എന്തായാലും ഉണ്ടാവും. കാരണം മറ്റേ ഗുരുവായൂരിൽ നരേന്ദ്രമോദി വരും. മോദി വരുമ്പോ എന്താണെങ്കിലും അവിടെ റെസ്ട്രിക്ഷൻസ്, അത് അടുത്ത കുറെ സാധനങ്ങൾ എങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായ സുരേഷ് ഗോപി രക്ഷപ്പെട്ടു. കാരണം അടുത്ത സുരേഷ് ഗോപിന്റെ അല്ല, സുരേഷ് ഗോപി എന്നുള്ള കാൻഡിഡേറ്റിന്റെ പേര് മാത്രമാണ് നിൽക്കണേ. ഒരു പാർട്ടിയിലുള്ള ഒരാളെ പേരും കേരളത്തിൽ എന്തില്ല, കേൾക്കണില്ല. ഒരു നേതാക്കന്മാരെ പേരോ ഒരു ഒന്നുമില്ല. ഇത് ഇപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഇലക്ഷൻ വരുന്നതിന് ഒരാളെ പേര് മാത്രം ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് കേട്ടിട്ടേ ഇല്ല നമ്മള്. വിവാദമാണെങ്കിൽ വിവാദം, നല്ലതാണെങ്കിൽ നല്ല, എന്തിലും മൂപ്പരുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും എല്ലാരും കൂടി ട്രോഫി എടുത്തിട്ട് ഇയാളെ കൊടുക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ വെൽ പ്ലൈഡ്. ആക്ച്വലി നമ്മൾ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ല, ഞങ്ങളും ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി പറയുമ്പോൾ വീണ്ടും അയാൾക്ക് തന്നെയാണ് മൈലേജ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ ഒരു സംഗതി തന്നെയാണ് അവിടെ കളിച്ചിട്ടുള്ളത്. എന്റെ പെർസ്പെക്റ്റീവിൽ പൊളിറ്റിക്കൽ ഗിമിക് അതാണ് കളിച്ചിട്ടുള്ളത്. അതാണ് എന്റെ പേഴ്സണൽ സംഗതി. ഇനിയിപ്പോ നാളെ സംഖ്യകൾ വന്നിട്ട് നീ ആരോട് അത് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ 2 രോമം ഓടിപ്പോവും. അത്ര എനിക്ക് സംഭവിക്കാറുള്ളൂ.